റസൂലുള്ളാഹി ഒരു ദുആ പറഞ്ഞിട്ടുണ്ടല്ലോ, നട്ടപ്പാതിരക്ക് 1000 വട്ടം ചൊല്ലിയാൽ ദുന്യവിയും മുഖറബിയുമായ എല്ലാ ഹവായിജും നടത്തിത്തരാം എന്ന്. ഇസ്മുൽ ആലം നബി എന്തേ പറഞ്ഞു? എവിടെ ഇസ്മുൽ ആലം? അൽ ബഖറ 163-ാമത്തെ ആയത്ത് ഇസ്മുൽ ആലമാണ്. അൽ ബഖറ 163-ാമത്തെ ആയത്ത് ഇസ്മുൽ ആലമാണ്. ഏതായത്? وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. എന്തായിരുന്നത്? 2 വട്ടം തൗഹീദ്, 2 വട്ടം റഹ്മത്ത്. വഇലാഹുക്കും ഇലാഹു വാഹിദ്, തൗഹീദ്. ലാ ഇലാഹ ഇല്ലാഹു, വീണ്ടും തൗഹീദ്. അർ റഹ്മാൻ റഹ്മത്ത്, അർ റഹീം റഹ്മത്ത്. കഴിഞ്ഞ് 2 തൗഹീദും 2 റഹ്മത്തും കൂടിയാൽ ആവർത്തിക്കുന്ന തൗഹീദ്, ആവർത്തിക്കുന്ന റഹ്മത്ത്, അതന്നെ ഇസ്മുൽ ആലം. മനസ്സിലായില്ല? അതിലേക്ക് ചേർത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്തിട്ടുണ്ട്, അല്ലാഹു അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അൽ ബഖറ 163-ാമത്തെ ആയത്ത്. ഓട് ഓട് ഓട്. വഇലാഹു, ഹദ്ദാദിലൊക്കെ ഉണ്ടല്ലോ, ഹദ്ദാദിലെല്ലാം ഉണ്ടല്ലോ. ഈ ആയത്ത് കേട്. വഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ 2 വട്ടം റഹ്മത്ത്. ഇതിലാണ് ഇസ്മുൽ ആലം. ലൗ അൻസൽനാ, എങ്ങനെ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്ത ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദ. തൗഹീദ. റഹ്മാനുർ റഹീം റഹ്മത്താണ്. പിന്നെയാണ് വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അൽ മലിക്കുൽ ഖുദ്ദൂസ്. ഒക്കെ പിന്നെയാണ്. ആദ്യം തൗഹീദ് പറഞ്ഞിട്ട് റഹ്മത്ത് അവനെ പറഞ്ഞു. എവിടെ റഹ്മത്ത്? റഹ്മത്തി വസിഅത് കുല്ല ശൈ. എന്തിനേക്കാളും വിശാലമാണ് റഹ്മത്ത്. റഹ്മത്ത് ഭയങ്കര. മൻ റഹിമ റഹിമ. അങ്ങോട്ട് റഹ്മത്ത് കൊടുത്താൽ ഇങ്ങോട്ട് റഹ്മത്ത് കിട്ടുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഒക്കെ പറ, പുണ്യ റസൂൽ മുസ്തഫ, പുണ്യ റസൂൽ മുസ്തഫ. അല്ലാഹ് ഹബീബായ നബി പറഞ്ഞല്ലോ, ഞാൻ മറന്നുപോയി. അള്ളാഹിനെ റഹ്മത്ത് കൊണ്ട് പ്രശംസിച്ചാൽ റഹ്മത്ത് ഉറപ്പാണ്. പാതിരാത്രി കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് എന്ത്? യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. റഹ്മത്തിന് വേണ്ടി തേടി. ഇനി ഒന്നും പറയണ്ട, ഇത് മാത്രം 1000 വട്ടം. പാതിരാത്രി കഴിഞ്ഞിട്ട് 1000 വട്ടം സുബഹിക്ക് മുമ്പ് എന്ത് പറയാ? യാ അർഹമർ റഹീം. അതിന്റെ അർത്ഥം കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ. അത്ര മതി, ദ്വാരക്കൊന്നും വേണ്ട, മാത്രം മതി. കരുണ ഉറപ്പാ. പാതിരാത്രി കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ്. ഇത് റഹ്മത്തിന്റെ 10 ഈ ദിവസങ്ങളിലൊക്കെ ചെയ്യാം. ഇത് അഫ്ളലായിരിക്കും. കാരണം ഇത് എന്തിന്റെ സമയമാണ്? റഹ്മത്തിന്റെ സമയം. പറഞ്ഞേക്ക്. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. മൻ ഖാലഹാ അൽഫ മറ. സുബഹിക്ക് മുമ്പ്, പാതിരാത്രി കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് ഒരാളായി മൻ ഖാലഹാ അൽഫ മറ ഉജീബ മിൻ ഹവായിജി ദുനിയാ വൽ ആഖിറ. ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ പ്രശ്നവും അയാൾക്ക് അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. എല്ലാം യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. 20 മിനിറ്റ് മതി. 20 മിനിറ്റ് ഒന്നും വേറെ ഇരുന്നാൽ മതി. 20 മിനിറ്റ് തന്നെ ഭയങ്കര. അള്ളാഹ്ക്കാകട്ടെ ഏറ്റവും ഇഷ്ടം എന്താണ്? സനാ. ഒരാൾ ഇങ്ങനെ അള്ളാഹിനെ പ്രശംസിക്കുന്നത് പുണ്യ റസൂൽ കേട്ട്. അപ്പോൾ
വീട്ടിൽ ആരോ ഏൽപ്പിച്ച കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, ഓഹരി ചെയ്യണ്ട. ആ സ്വർണ്ണം എടുത്തു കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി അയാൾക്ക് കൊടുത്തു. അപ്പോൾ അയാള് ആ സ്വർണ്ണം അയാൾ വാങ്ങി. പിന്നെ നബി ചോദിച്ചു, ഞാൻ എന്തിനാ ഈ സ്വർണ്ണം നിനക്ക് തന്നെന്ന് നിനക്ക് അറിയോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മളിടയിൽ അകന്നതാണെങ്കിൽ ഒരു കുടുംബ ബന്ധം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. കുടുംബബന്ധം അകന്നതുമല്ല എന്നല്ല, ശക്തം തന്നെയാണ്. പക്ഷെ ഇപ്പൊ തന്നത് അതിനല്ല. റബ്ബിനെ പ്രശംസിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തരാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പുണ്യ റസൂൽ. ഭയങ്കര അള്ളാഹിനെ പ്രശംസിക്കാൻ, ഇത് പ്രശംസയാ, ഒന്നും ചോദിക്കണില്ല. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. അങ്ങനെ പറയന്നെ 1000 വട്ടം. ഉജീബ മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ, എല്ലാം പരിഹരിക്കും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-കഹ്ഫിലെ ആളുകൾ 7 ആളുകൾ അങ്ങോട്ട് അഭയം തേടി ഗുഹക്ക് കേറി കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തേടിയത് റഹ്മത്ത. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ആ ദുആ പുറത്തെ കാവൽക്കാരനായ നായക്ക് പോലും 309 കൊല്ലം അല്ലാഹു മരിപ്പിച്ചില്ല. എന്തുകൊണ്ട്? അവർ തേടിയത് റഹ്മത്ത് ആവശ്യപ്പെട്ടവരെ അല്ലാഹു ഒഴിവാക്കുക. അല്ലാഹു റഹ്മത്തിനെ തരട്ടെ. അതിന് സ്പെഷ്യലൈസ് ചെയ്ത് പത്താണ് ഏത്? ഈ പത്ത്. അല്ലാഹു തആല തുറക്ക് മനസ്സ് തുറക്ക്. അപ്പൊ ഉറങ്ങി തൂങ്ങി എന്നുണ്ടല്ലോ, ഒരു കോട്ടുവായിട്ടിട്ട് അങ്ങനെ പറഞ്ഞാ പോരാ. ഇത് ഭയങ്കര സംഭവമാണ് എന്ന് മനസ്സിലാക്കണം. ഇതിന് പകരം ഒന്നുമില്ല. എന്ത്? റഹ്മത്ത്. ഭയങ്കര, അത് ഭയങ്കരമാണ്. എനിക്കത് പറയാൻ ഇനി വാക്കില്ല. ഇതിന് മേലെ, റഹ്മത്തിന്റെ മേലെ ഒന്നുമില്ല. റഹ്മത്ത് ഭയങ്കര, അതിന്റെ മേലെ ഒന്നുമില്ല. റഹ്മത്തിന്റെ മേലെ ഒന്നുമില്ല. റഹ്മത്തുള്ള ഒരാളെ അല്ലാഹു തആല ഒഴിവാക്കില്ല. ഖൽബിൽ റഹ്മത്തുണ്ടോ അല്ലാഹു ഒഴിവാക്കില്ല. ഖൽബിൽ റഹ്മത്ത് ഉണ്ടെങ്കിൽ അല്ലാഹു തആല ഒഴിവാക്കില്ല. അല്ലാഹു തആല നമുക്ക് ഖൽബിൽ റഹ്മത്തിനെ ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹു ഖൽബിൽ റഹ്മത്തിനെ ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹു ഖൽബിൽ റഹ്മത്തിനെ ചൊരിഞ്ഞു തരട്ടെ. അല്ലാഹു റഹ്മത്തിനെ കൊണ്ട് നമ്മളെ മൂടട്ടെ. റഹ്മത്ത് വല്ലാത്തൊരു സംഗതിയാണ് മുഅ്മിനീങ്ങളെ. അതിനെ നീ പകരം പറയാൻ ഒരു സംഗതിയും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാ? മനസ്സ് തുറന്ന് റഹ്മത്തിനെ തേടുക. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ 100. ഇത് യാ അർഹമർ റഹീമീൻ 1000 വട്ടം. യാ അർഹമർ റഹീമീൻ, അല്ലാഹുവിനെ പ്രശംസിക്കുക. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ. യാ അർഹമർ റഹീമീൻ, 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 യാ അർഹമർ റഹീമീൻ. ആണും